വിജയൻ സമ്പൂർണ്ണ പരാജയമാകുമോ? വിജയന് പിന്നിൽ ആരൊക്കെയാണ് ഈ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ആണിക്കല്ലുകൾ തയ്യാറാക്കുന്നത്? ഇത് വലിയ ചോദ്യമാണ്. കാരണം മൂന്നാമതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംസ്ഥാനത്ത് അധികാരത്തിൽ കയറാൻ വേണ്ടിയിട്ട് കച്ചകെട്ടുന്ന ഒരു സമയത്താണ് സർക്കാരിനറിയാം ഭരണവിരുദ്ധ വികാരമൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം സർക്കാരിന് തന്നെ മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സർക്കാർ തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഭരണവിരുദ്ധ വികാരത്തിന്റെ തോതളക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സർവേക്ക് ഒരുങ്ങുകയാണ്. കാരണം ഈ സർവേ ഒക്കെ നടത്തിയാൽ മാത്രമല്ലേ അടുത്ത അധികാരത്തിലെത്താൻ പറ്റൂ. അതുകൊണ്ട് ഒരു സർവേ കൂടി നടത്തുകയാണ്. നവകേരള സർവേ എന്ന് പേരിട്ടിരിക്കുന്ന ഒരു സർവേ. ഈ സർവേയിൽ സംസ്ഥാനത്തെ ഏകദേശം 80 ലക്ഷം വീടുകളിലേക്ക് വീടാന്തരം കയറി ഇറങ്ങിയുള്ള ഒരു പ്രചരണ പരിപാടികളാണ് നടത്താൻ പോകുന്നത്. അവിടെ പോയി അഭിപ്രായങ്ങൾ നേരിട്ട് ശേഖരിക്കുക മാത്രമല്ല, ആ അഭിപ്രായങ്ങൾ നേരിട്ട് ശേഖരിച്ച് അതിൽ നിന്ന് മനസ്സിലാക്കണം ഭരണവിരുദ്ധം ഉണ്ടാവോ ഇല്ലയോ എന്നുള്ളത്. ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് നടത്തുന്ന ഒരു പരിപാടി കൂടിയാണ്. അപ്പോൾ അധികാരത്തിന് ഏറാൻ ഒട്ടും കൊതിയില്ല നമ്മുടെ മുഖ്യമന്ത്രിക്ക്, പിണറായി വിജയൻ എന്നുള്ളത് മനസ്സിലാവുന്നുള്ളൂ. കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ നേരിട്ടെത്തി ഇതിന്റെ ഏകോപനവും വിലയിരുത്തലും ഒക്കെ നടത്തി സർക്കാർ സംവിധാനങ്ങൾ വളരെ കൃത്യമായ രീതിയിലാണോ നടപ്പിലാകുന്നത്, ജനങ്ങളോട് നേരിട്ട് സംസാരിക്കാനും ഒപ്പം തന്നെ അതിൻ്റെ കൂടെ ജനഹിതം അറിയുവാനും ഒക്കെ വേണ്ടിയിട്ടാണ് സർക്കാർ ഇത്തരത്തിലുള്ള സർവേകളുമായി മുന്നോട്ട് പോകുന്നത്. കാരണം സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതികളൊക്കെ ജനം സ്വീകരിച്ചു. ആ സ്വീകരിച്ച നടപടികൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. ഇപ്പൊ നമുക്കറിയാലോ, CM വിത്ത് മീ അടക്കമുള്ള പരിപാടികൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ അതിലൊക്കെ വിപുലമായിട്ടുള്ള ഒരു PR സംവിധാനത്തിന് തുടക്കമിട്ടിരിക്കുകയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടത്. ഇത് കൂടാതെയാണ് ഇപ്പോൾ ഈ 80 ലക്ഷം വീടുകളിലേക്ക് ജനങ്ങളെ കയറ്റിയിറക്കി വിവരശേഖരണത്തിനായിട്ട് നേരെ ആൾക്കാരെ നിയോഗിച്ചുകൊണ്ടിട്ടുള്ള സർക്കാർ പുതിയൊരു തീരുമാനത്തിലേക്ക് എത്തപ്പെടുന്നത് എന്നാണ്. അപ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, ഒന്നാമത്തെ 2016 തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ അത് അധികാരത്തിലെത്തുമ്പോൾ അന്ന് ശരിയാണ് ഒരു ഭരണവിരുദ്ധ വികാരത്തിന്റെയോ അല്ലെങ്കിൽ അന്ന് അതിനു മുൻപ് 2011 മുതൽ 16 വരെ ഭരിച്ചുകൊണ്ടിരുന്ന ഉമ്മൻചാണ്ടി സർക്കാർ അവരുടെ അവസാന നാളുകളിൽ ഉണ്ടായ സരിതാ വിഷയം അടക്കമുള്ള വിഷയങ്ങൾ കത്തിച്ചുകൊണ്ട് ചിലപ്പോൾ അധികാരത്തിലേക്ക് തിരിച്ചെത്തുവാൻ അന്ന് പിണറായി വിജയന് കഴിഞ്ഞു. അല്ലെങ്കിൽ പിണറായി വിജയൻ അന്ന് അധികാരത്തിൽ ആദ്യമായിട്ട് മുഖ്യമന്ത്രി കസേരയ്ക്ക് എത്താൻ കഴിഞ്ഞു എന്നുള്ളത് വസ്തുതയാണ്. ഉമ്മൻചാണ്ടി സർക്കാരിന് വേണമായിരുന്നെങ്കിൽ ചിലപ്പോൾ അവരുടെ അവസാന നാളുകളിൽ ഈ പ്രതിപക്ഷം അവരുടെ പാർട്ടിയിൽ തന്നെ ഉള്ളവർ കൊണ്ടുവന്നതാണ്, അല്ലാതെ പ്രതിപക്ഷം കൊണ്ടുവന്നല്ല, അവരുടെ പാർട്ടിയിൽ തന്നെ ഉള്ളവർ ഉണ്ടാക്കിയ കുത്തിത്തിരിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഉമ്മൻചാണ്ടി സർക്കാരിന് ഈ പറഞ്ഞ തുടർഭരണം ലഭിക്കാതായി പോയ ഒരു സാഹചര്യം ഉണ്ടായത്. എന്നാൽ അത് കഴിഞ്ഞിട്ട് 2016 സരിതാ വിഷയവുമായിട്ട് വരികയും അതിലൂടെ വലിയ നേട്ടങ്ങളൊക്കെ ശരിയാക്കി തരാം എന്ന് പറഞ്ഞുകൊണ്ട് LDF വരും എല്ലാം ശരിയാകും എന്ന് പറഞ്ഞുകൊണ്ടാണ് വിജയൻ ഭരണത്തിലേക്ക് എത്തപ്പെടുന്നത്, പിണറായി വിജയൻ അധികാരത്തിലേക്ക് എത്തപ്പെടുന്നതും. ആ പിണറായി വിജയന്റെ പദ്ധതികളൊക്കെ പരാജയമായിരുന്നോ അല്ലെങ്കിൽ വിജയമായിരുന്നോ എന്നൊക്കെ ഒന്നാം പദ്ധതി, അതായത് 2016 മുതൽ 2021 വരെയുള്ള കാലഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പക്ഷെ അതിനിടയ്ക്ക് പലപ്പോഴും 2016 മുതൽ ഇങ്ങോട്ടുള്ള കാലഘട്ടം നോക്കിക്കഴിഞ്ഞാൽ 2016 മുതൽ ഇങ്ങോട്ട് പലതരത്തിലുള്ള ദുരന്തങ്ങൾ പലവട്ടം ഉണ്ടായിട്ടുണ്ട്. നിപ്പ വന്നു, അത് കഴിഞ്ഞിട്ട് 2016, 2017 കാലഘട്ടങ്ങളിലൊക്കെ തന്നെ ഈ മറ്റുള്ള 2018 കാലഘട്ടങ്ങളിൽ പ്രളയം വന്നു. 2019 ഈ പറയുന്ന പോലെ ചെറിയ പ്രളയം വന്നു, സെക്കൻഡ് പ്രളയം. അതിനുശേഷം 2020 കൊറോണ വന്നു. ഇങ്ങനെ വരിയായിട്ട് നീണ്ട ദുരന്തങ്ങൾ സംഭവിച്ച വർഷങ്ങളായിരുന്നു 2016 മുതൽ 2021 വരെയുള്ള കാലഘട്ടങ്ങളിൽ. ആ ദുരന്തങ്ങളെയൊക്കെ പലപ്പോഴും വളരെ കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് അവകാശപ്പെടുമ്പോഴും പക്ഷേ അതിന്റെ പേരിൽ നിന്നുകൊണ്ട് കിറ്റ് കൊടുത്ത് രണ്ടാമത് അധികാരത്തിലെത്തിയ പാർട്ടി കൂടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നുള്ള കാര്യത്തിൽ സംശയം എല്ലാവർക്കും അത് അറിയുകയും ചെയ്യാം. കാരണം കിറ്റ് നൽകുകയും ആ കിറ്റിന്റെ ബലത്തിൽ 2021 തിരഞ്ഞെടുപ്പിൽ സമ്പൂർണ്ണമായിട്ട് വിജയിക്കുകയും ചെയ്യുകയും അപ്പോൾ തിരിച്ചൊരു വരവ് കൂടി വരേണ്ടി വന്നു. അങ്ങനെ വരാനും കഴിഞ്ഞു പിണറായി വിജയന്. അപ്പോൾ അതൊരു ആത്മവിശ്വാസം കൂടുതലായി 2021 മുതൽ 2026 വരെയുള്ള കാലഘട്ടത്തിൽ. അപ്പോൾ ഈ ആത്മവിശ്വാസത്തിന്റെ പുറത്ത് എന്തും നടപ്പിലാക്കാൻ കഴിയുന്ന തരത്തിലേക്ക് പ്രതിപക്ഷിക്കുന്നവരെ അല്ലെങ്കിൽ പ്രതിഷേധിക്കുന്നവരെ ഈ പറഞ്ഞ നമ്മൾ കണ്ടല്ലോ, നവകേരള യാത്രയൊക്കെ വന്നപ്പോൾ പ്രതിഷേധിക്കുന്നവരുടെ തലയിൽ പൂച്ചട്ടി കൊണ്ട് അടിച്ച് അവരെ സംരക്ഷിക്കുന്ന മാതൃകയൊക്കെ കാട്ടിത്തന്ന മുഖ്യമന്ത്രിയാണ് നമ്മുടെ പിണറായി വിജയൻ എന്ന് പറയപ്പെടുന്നത്. അങ്ങനെ അതൊക്കെ ജനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ളത് അറിയണം. അപ്പോൾ അതറിയുന്നതിന് വേണ്ടി കഴിഞ്ഞ 10 വർഷം സർക്കാർ നടപ്പാക്കിയ ക്ഷേമ പദ്ധതികളുടെ ഒരു വിലയിരുത്തൽ കൂടിയായിരിക്കും ഈ നവകേരള സർവേ എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ഇനി സർക്കാർ മുൻകൈയെടുത്ത് നടപ്പാക്കണമെന്ന് പൊതുസമൂഹം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെ ഉണ്ടെങ്കിൽ അതെന്തൊക്കെയാണെന്നുള്ള ഒരു അഭിപ്രായ രൂപീകരണം കൂടി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടപ്പിലാക്കേണ്ടതുണ്ട്. അതും നടപ്പിലാക്കേണ്ടതുണ്ട്. മാത്രമല്ല, സാക്ഷരതാ സർവേ മാതൃകയിൽ കോളേജ് വിദ്യാർത്ഥികൾ അവരാണ് ഇതിന് രംഗത്തിറങ്ങി വീടാന്തരം കയറി ഇറങ്ങിക്കൊണ്ട് വിവരശേഖരണം നടത്താൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ചില സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ളതിന്റെ മറ്റൊരു മാതൃകയാണ് ഇത് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ചിലതൊക്കെ നടപ്പിലാക്കാൻ വേണ്ടി ചില സംഭവങ്ങളെ കൂട്ടുപിടിച്ച് മുന്നോട്ട് പോവുകയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വളരെ നിരന്തരം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജനസമ്പർക്ക പരിപാടിയൊക്കെ നമുക്കറിയാം.
ഉമ്മൻചാണ്ടി നടപ്പിലാക്കിയ ജനസമ്പർക്ക പരിപാടി, ആ ജനസമ്പർക്ക പരിപാടിയിൽ ഉമ്മൻചാണ്ടി എത്രത്തോളം മണിക്കൂറുകൾ, ഏകദേശം 20-21 മണിക്കൂറുകളോളം നിന്നുകൊണ്ട് ജനങ്ങളോട് അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ ആവലാതികൾ കേൾക്കുകയും അത് പരിഹരിക്കുവാനുള്ള ശ്രമം നടത്തുകയും ചെയ്ത ആ പദ്ധതിയെ അന്ന് ഏതെങ്കിലും വില്ലേജ് ഓഫീസർമാർ നടത്തിയാൽ പോരെ, അവർ നടത്തേണ്ട പരിപാടി ഇങ്ങനെ ഉമ്മൻചാണ്ടി 24 മണിക്കൂറും കുത്തിയിരുന്ന് ചെയ്യേണ്ടതുണ്ടോ എന്ന് പറഞ്ഞ അതേ വിജയൻ തന്നെ ഈ CM with me എന്നുള്ള പരിപാടിയുമായിട്ട് എത്തിയിരിക്കുന്നതും ഈ പറയുന്ന ജനസമ്പർക്കത്തിന്റെ മറ്റൊരു വേർഷനാണ്. അപ്പോൾ ജനസമ്പർക്കത്തിന് അവർക്ക് കളയാൻ കഴിയുന്നില്ല. അപ്പോൾ ജനങ്ങളോട് ഇടപഴകുക എന്നുള്ളത് ഒരു വലിയ പദ്ധതിയാണ്, ഒരു വലിയ പരിപാടിയാണ്. കാരണം ജനങ്ങളുടെ പ്രശ്നങ്ങൾ അറിയാനാണല്ലോ ജനാധിപത്യ വ്യവസ്ഥയിലൂടെ ഇവരെയൊക്കെ അധികാരത്തിലേറുന്നത്. അപ്പോൾ അവർ അവരുടെ പ്രശ്നങ്ങൾ എന്തുകൊണ്ട് പറയുന്നില്ല, അല്ലെങ്കിൽ പറയിപ്പിക്കാനുള്ള അവസരങ്ങൾ അവർക്ക് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ചോദ്യമായി നിന്നത്. അവിടെയാണ് 2011-16 കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടി എന്ന് പറയപ്പെടുന്ന മുഖ്യമന്ത്രി ഈ ജനകീയമായിട്ടുള്ള വിഷയങ്ങൾ അവതരിപ്പിച്ച് മുന്നോട്ട് വന്നതും ജനസമ്പർക്ക പരിപാടികളൊക്കെ അവതരിപ്പിച്ചത്. അത് വളരെയധികം മേന്മ കൂട്ടിയ, അല്ലെങ്കിൽ ആ സർക്കാരിന്റെ ശോഭ കൂട്ടിയ പദ്ധതികൾ തന്നെയായിരുന്നു. ഇനി ഇപ്പോഴത്തെ ഒരു സർക്കാരിന്റെ കാലഘട്ടത്തിലേക്ക് വന്നാൽ 2016 മുതൽ 2025 അവസാനിക്കുന്നവരെ എത്തുമ്പോഴും എന്ത് നേട്ടമാണ് നേടിയത് എന്നുള്ളത് ജനങ്ങൾ തിരിച്ചു വിളിച്ചു പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തേണ്ടതാണ്. പക്ഷേ ഇത് ഈ വിദ്യാർത്ഥികളെ കൊണ്ട് വീട് വീടാന്തരം കയറി ഇറങ്ങി അവരുടെ അഭിപ്രായ സർവേ നടത്തി അഭിപ്രായങ്ങൾ തിരക്കി അധികാരത്തിൽ എനിക്ക് വീണ്ടും തിരിച്ചെത്താൻ കഴിയുമോ എന്ന് ചോദിച്ച് നടക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ നമുക്കിപ്പോഴാണ് കാണാൻ കഴിയുന്നത്. അങ്ങനെ സർവേകളൊക്കെ നടത്തി ഞാൻ ഉത്തമനാണ് എന്ന് ജനം വിധി എഴുതുകയാണെങ്കിൽ വീണ്ടും ഒന്നുകൂടി അധികാരത്തിലേക്ക് വരുവാൻ വീണ്ടും എനിക്കൊരു ബാല്യമുണ്ട് എന്ന് പറഞ്ഞ് നിൽക്കുന്ന പിണറായി വിജയനെയാണ് നമുക്ക് ഇതിലൂടെ കാണാൻ കഴിയുന്നത്. എന്തായാലും ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ അറിഞ്ഞല്ലോ, ഓരോ പദ്ധതിക്കും ഈ മോഹൻലാലിന്റെ പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് ലാൽസലാം നടക്കുമ്പോൾ ഏകദേശം 3 കോടിയോളം രൂപ ചെലവഴിക്കുന്നു, 8.25 കോടി രൂപ മുടക്കുന്ന അതേപോലത്തെ പദ്ധതികൾ. ഇങ്ങനെ പദ്ധതികൾക്ക് മാത്രം ഒരു കുറവുമില്ല, എന്തിനും ഖജനാവിൽ നിന്ന് പണം ചിലവാക്കുന്നുണ്ട്. പക്ഷേ മുഖ്യമന്ത്രിക്ക് കോടികൾ മുടക്കി ഇങ്ങനെ പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിയുന്നുണ്ട്, കോടികൾ പൊടിച്ചു കളയാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഇവിടെ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുന്ന പാവപ്പെട്ട ആശാവർക്കർമാർക്ക് കൊടുക്കാൻ, ഓണറേറിയം കൊടുക്കാൻ ഇല്ലാത്ത ഒരു സർക്കാരാണ് ഇത് എന്ന് പറയപ്പെടുന്ന ഈ സർക്കാർ നമുക്കറിയാം ഒന്നും ചെയ്യാൻ കഴിയാതെ മുന്നോട്ട് പോകുന്നത് കാണുമ്പോൾ സത്യത്തിൽ ഇവർ കാണിക്കുന്ന ഈ ഇരട്ടത്താപ്പിനോട് ജനങ്ങൾ എങ്ങനെ യോജിക്കും? എന്നിട്ട് അവർക്ക് തന്നെ അറിയാം ഇത്തരത്തിലുള്ള വിയോജിപ്പുകൾ ജനങ്ങളുടെ ഇടയിലുണ്ട്, അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരം ജനങ്ങളുടെ ഇടയിൽ ഉണ്ട് എന്ന് അറിയാമെങ്കിൽ കൂടിയും ഇനിയും ജനങ്ങളുടെ അഭിപ്രായങ്ങൾ തിരിച്ചറിഞ്ഞതിന് ശേഷം അത്തരത്തിലൊരു സർവേ നടത്തി വീണ്ടും അധികാരത്തിലേക്ക് എത്താൻ കഴിയുമോ എന്നുള്ള ഒരു വിലയിരുത്തൽ നടത്താൻ പോവുകയാണ് ഇവർ. അപ്പോൾ കോടികൾ ചിലവ് വരുന്ന സർവേയുടെ മുഴുവൻ വിവരങ്ങളും CPM-ഉം ഇടതുമുന്നണിയും വിലയിരുത്താനുള്ള സാധ്യതകൾ ഏറെയാണ്. അപ്പോൾ എത്രത്തോളം രൂപ ഇതിന് ചെലവ് വരുമെന്നതിനെ കുറിച്ച് യാതൊരു ധാരണ ഇപ്പോൾ തന്നെ ഇല്ല. ഏറ്റവും അവസാനം നടന്ന 2011 ജാതി സെൻസസ് പ്രകാരം സംസ്ഥാനത്തെ ജനസംഖ്യ എന്ന് പറയപ്പെടുന്ന 3.34 കോടിയാണ്. 14 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ അതിലേക്ക് എത്തുകയാണെങ്കിൽ, കാരണം 2011 ജാതി സെൻസസ് കഴിഞ്ഞതിന് ശേഷം 2025 എത്തുമ്പോൾ 3.61 കോടി ജനങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് കേരളത്തിലെ ജനസംഖ്യ എന്ന് പറയുന്നത്. അപ്പോൾ ജാതി തിരിച്ചുള്ള വിവരങ്ങൾ അത് സർവേയിൽ രേഖപ്പെടുത്തുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമല്ല. പക്ഷെ അതുകൂടി ചിലപ്പോൾ ഉൾപ്പെടുത്തിയേക്കാം. സംസ്ഥാനത്തെ 25% ജനങ്ങളുടെ വികാരം അതറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് സർവേ നടത്തുന്നത്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, 80 ലക്ഷം വരുന്ന ജനങ്ങളുടെ വികാരങ്ങളും വിചാരങ്ങളും അഭിപ്രായങ്ങളുമാണ് അറിയാൻ പോകുന്നത്. ഈ നമുക്കറിയാലോ, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് നമ്മുടെ ഈ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ ഒരുമിച്ച് ഒരു ബസ്സിൽ കയറി ഒരു യാത്ര നടത്തിയ കാര്യം, അതായത് നവകേരള സദസ്സ്. ആ നവകേരള സദസ്സിന്റെ വിവാദങ്ങൾ തന്നെ ഇനിയും കെട്ടടങ്ങിയിട്ടില്ല. അപ്പോഴാണ് അടുത്ത നവകേരള സർവേയുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. വിവിധ വിഷയങ്ങളിൽ ജനങ്ങൾ നൽകിയ ഒട്ടേറെ പരാതികൾ എങ്ങുമെത്താത്തൊരു വിഷയമാണ് ഈ നവകേരള സദസ്സ് അല്ലെങ്കിൽ നവകേരള യാത്ര എന്ന് പറഞ്ഞിട്ട് അന്ന് നടപ്പിലാക്കിയത്. ജനങ്ങൾക്ക് എന്ത് നേട്ടമാണ് അതുവഴി ഉണ്ടായത് എന്ന് ചോദിച്ചാൽ ഇന്നുവരെയും ആർക്കും അറിയില്ല അതിലൂടെ എന്ത് നേട്ടം ഉണ്ടായെന്ന്. പിണറായി വിജയൻ സമ്പൂർണ്ണ പരാജയമായിരുന്നോ വിജയമായിരുന്നോ എന്ന് തിരക്കുന്നതിന് വേണ്ടിയിട്ട് ജനങ്ങളെ, കോളേജ് വിദ്യാർത്ഥികളുടെ അടക്കം ഉപയോഗിച്ചുകൊണ്ട് നടത്താൻ പോകുന്ന ഈ നവകേരള സർവേ എന്ന് പറയപ്പെടുന്നത് ഇനിയും ഒരു അംഗത്തിന് ബാല്യമുണ്ടോ പിണറായി വിജയന് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അത് എത്രത്തോളം ശരിയാകുമെന്നോ എത്രത്തോളം അതിലേക്ക് നടന്ന് ചെല്ലാൻ കഴിയുമെന്നോ അറിയില്ല എന്നുള്ളതാണ്. കാരണം ഈ 2016 മുതൽ 2025 വരെയുള്ള കാലഘട്ടങ്ങളിൽ പിണറായി വിജയൻ സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണി പറയാൻ എന്തുണ്ട് എന്നുള്ളതാണ്. പറയുമ്പോൾ ഈ ഞങ്ങൾ റോഡ് വികസനം നടപ്പിലാക്കി, പാവപ്പെട്ട ജനങ്ങൾക്ക് ക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി, ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിച്ചു, ഇങ്ങനെ പറയാൻ ഒട്ടനവധി കാര്യങ്ങളുണ്ട് എന്നാണ് സർക്കാർ വിഭാഗം കരുതുന്നത്. പക്ഷേ അതൊക്കെ മതിയായിരുന്നു ഒരു സർക്കാരിന് ഈ ജനത്തിനെ സേവിക്കാൻ എന്നുകൂടി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അത്തരത്തിലൊക്കെ ചെയ്തു കൂട്ടിയ സർക്കാരുകളാണോ ഈ പിണറായി വിജയൻ സർക്കാർ എന്ന് പറയപ്പെടുന്ന? പലപ്പോഴും ജനങ്ങളോട് സംവദിക്കാൻ ശ്രമിക്കാത്ത ഒരു സർക്കാരായിരുന്നു. ജനങ്ങളുടെ വ്യാകുലതകൾ, ആകുലതകൾ
അവരുടെ വിഷമങ്ങൾ ഇതിനൊന്നും പരിഹാരം കണ്ടെത്താൻ കഴിയാതായി പോയ ഒരു സർക്കാരായിരുന്നു എന്ന് ജനങ്ങളിൽ ഭൂരിപക്ഷം ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവാം. കാരണം അത്തരത്തിലൊരു സ്ഥിതിവിശേഷത്തിനിടയിലാണ് ഈ സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഒരിക്കലും എന്തിന് മാധ്യമ പ്രവർത്തകരോട് പോലും സംസാരിക്കുവാൻ കഴിയാത്ത, അല്ലെങ്കിൽ അവരുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ പതറിപ്പോകുന്ന ഒരു മുഖ്യമന്ത്രിയാണ് കണ്ടത്. അപ്പോൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, ശരിയുടെ പക്ഷത്താണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ, വളരെ കൃത്യമായി അവരുടെ കണക്കുകൾ, അവരുടെ കാര്യങ്ങൾ, അവർ ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത പദ്ധതികൾ, ഇവയൊക്കെ പറയാം. പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളോ ശൗചാലയങ്ങളില്ലാത്ത വീടുകളോ അന്തിയുറങ്ങാൻ കഴിയാത്ത ആൾക്കാരോ ഉള്ള ഒരിടമായി കേരളത്തെ മാറ്റുന്നതിന് പകരം ഇവർക്കൊക്കെ ഏതെങ്കിലും തരത്തിൽ അത്തരത്തിലുള്ള സ്ഥിതിവിശേഷം നമുക്കറിയാമല്ലോ, അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുവാൻ ഈ സർക്കാരിന് കഴിയണം. പാവപ്പെട്ടവന്റെ അശരണരുടെയൊക്കെ അത്താണിയായി മാറേണ്ടതാണ് ഒരു സർക്കാർ എന്ന് പറയപ്പെടുന്നത്. അല്ലാതെ കോടീശ്വരന്റെ മുൻപിൽ താണു വണങ്ങി വിനീത വിധേയനായി നിൽക്കുന്ന മുഖ്യമന്ത്രി അല്ല നമുക്ക് ആവശ്യമെന്ന് കൂടി പറയട്ടെ. അങ്ങനെ ജനങ്ങൾക്ക് എപ്പോഴെങ്കിലും പിണറായി വിജയൻ അത്തരത്തിൽ കോടാനുകോടി രൂപയുടെ ആസ്തിയുള്ള കോടീശ്വരന്മാരുടെ ദത്തുപുത്രനാണ് എന്ന് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ വിധി എഴുതും ഈ സർക്കാർ ഇനി വേണ്ട എന്ന്. പകരം സാധാരണക്കാരായ പാവങ്ങളായ അന്തി ഉറങ്ങാൻ കഴിയാത്ത, കൂരയില്ലാത്ത, ഒരു വീടില്ലാത്ത, പഠിക്കാൻ കഴിയാത്ത, അങ്ങനെ നിരക്ഷരരായി മാറിക്കിടക്കുന്ന ഒട്ടനവധി കുട്ടികളും വിദ്യാർത്ഥികളുമുണ്ട്. ഒപ്പം തന്നെ കിടപ്പാടമില്ലാത്ത അനവധി പാവപ്പെട്ടവരുണ്ട്. അവരുടെയൊക്കെ പ്രശ്നങ്ങൾ, അവരുടെയൊക്കെ സ്വപ്നങ്ങൾ, അവരുടെയൊക്കെ വേദനകൾ അതൊക്കെ തിരിച്ചറിഞ്ഞ് അവരെ മനസ്സിലാക്കി അവരോടൊപ്പം സഞ്ചരിക്കുവാൻ ഈ സർക്കാരിന് കഴിഞ്ഞിരുന്നുവെങ്കിൽ മൂന്നാമതും ഒരു അംഗത്തിന് നിങ്ങൾക്ക് ബാല്യമുണ്ട്, നിങ്ങൾക്ക് വീണ്ടും ഈ നാട് ഭരിക്കുവാനുള്ള കഴിവുമുണ്ട്. പക്ഷേ അതിന് ഇങ്ങനെയല്ല ജനങ്ങളോട് പെരുമാറേണ്ടത് എന്നുള്ളത് കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ ഇനിയും ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അതായത് ഈ ഒരു സർക്കാർ വീണ്ടും മൂന്നാമതും ഇടതുമുന്നണി സർക്കാർ അധികാരത്തിൽ വരും. അഥവാ വന്നാൽ തന്നെ അത് നിങ്ങളുടെ മേന്മ കൊണ്ടാകില്ല. പകരം പ്രതിപക്ഷം എന്ന് പറയപ്പെടുന്നത് ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്തതായതുകൊണ്ടായിരിക്കും നിങ്ങൾ വീണ്ടും അധികാരത്തിൽ വരുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം BJPക്ക് അത്രത്തോളം ശക്തമായൊരു സാന്നിധ്യം അറിയിക്കുവാൻ ഇപ്പോൾ കഴിഞ്ഞിട്ടില്ല. ആ സ്ഥിതിക്ക് CPM-നെ എതിർക്കാൻ നിൽക്കുന്ന കോൺഗ്രസിന്റെ തമ്മിലടി കാരണമായിരിക്കും വീണ്ടും ഇടതുമുന്നണി അധികാരത്തിൽ മൂന്നാമതും വരുന്നുണ്ടെങ്കിൽ തന്നെ വരുന്നത്, അല്ലാതെ നിങ്ങളുടെ മികവ് കൊണ്ടായിരിക്കില്ല. അതുകൊണ്ട് നവകേരള സദസ്സ് നടത്തി കോടികൾ പൊടിച്ചതുപോലെ നവകേരള ഈ സർവേ നടത്തി വീണ്ടും കോടികൾ പൊട്ടിക്കാമെന്നോ അതിൽ നിന്ന് അടിച്ചു മാറ്റാമെന്നോ ആണ് ലക്ഷ്യമിടുന്നതെങ്കിൽ ഇതൊന്നും നടത്തിയിട്ട് ഒരു കാര്യമില്ല. ജനങ്ങളുടെ മനസ്സറിയാൻ ആരുടെയും വീടുകളിലേക്ക് പോകേണ്ടതില്ല. ജനങ്ങളോടൊപ്പം നിങ്ങളൊന്ന് സംവദിച്ചാൽ മാത്രം മതി.